നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഫസ്റ്റ് എൻട്രി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. NTPCയിൽ ഒരു ബൈയിങ് പൊസിഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കാരണം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കാണുന്ന സപ്പോർട്ട് ലൈൻ, ഇതിനെ സപ്പോർട്ടായിട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ബൈയിങ് പൊസിഷൻ എടുത്തേക്കുന്നത്. ഇവിടെ വരെ 1:3 ആണ്. അപ്പോൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് NTPC വലിയ അനക്കമൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു റേഞ്ച് ഇത് ഓടും എന്ന പ്രതീക്ഷയിലാണ് നമ്മളത് എടുത്തിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് ഈ ഒരാഴ്ച എന്തായാലും ഇനി ഒരു സ്റ്റോക്കിൽ തന്നെ, ഇപ്പോൾ NTPC ഇന്ന് എടുത്തുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലും NTPCയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ പല സ്റ്റോക്കുകളിലേക്ക് പോകുമ്പോൾ അത് ഓരോ ദിവസവും ഓരോ സ്റ്റോക്കും ഓരോ രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്റ്റോക്കിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ സ്വഭാവം കൃത്യമായി മനസ്സിലാകും എന്നതും, പിന്നെ അതിൽ വരുന്ന എല്ലാ മൂവുകളും നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു സ്റ്റോക്ക് തന്നെ ഒന്ന് ട്രേഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട്, ടാർഗറ്റ് ഇപ്പോൾ നമ്മളിവിടെ വയ്ക്കും. അപ്പോൾ ഈ ബൈയിങ് ലിമിറ്റ് ഓർഡർ ബൈയിങ് വെക്കുന്നത് എങ്ങനെയാണെന്ന് പുതിയതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട് പഠിക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പം നമ്മൾ ബൈ ആണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളിനി സെല്ലാണ് ചെയ്യേണ്ടത്. ഒന്ന് സ്റ്റോപ്പ് ലോസ് ഇവിടെ വരുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യും, അപ്പം നഷ്ടത്തിലായിരിക്കും. ഇനി ഇവിടെ വരുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യും. ഓൾറെഡി ബൈ ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ വരുമ്പോൾ സെല്ല് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റിൽ സെല്ല് ചെയ്യാം, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇവിടെ ബൈ ഡിഫോൾട്ട് നമ്മൾ സെല്ല് ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് എടുത്തപ്പോൾ മാർക്കറ്റ് പ്രൈസിലാണ് ഇത് വന്നേക്കുന്നത്. ഇത് അൺചെക്ക് ചെയ്താൽ ഇത് ലിമിറ്റ് പ്രൈസ് ആകും. അതായത് നമ്മൾ വിൽക്കുന്നത് പ്രോഫിറ്റിലാണ് വിൽക്കേണ്ടത്, വാങ്ങിച്ചത് ലാഭത്തിൽ വിൽക്കണമെങ്കിൽ ലിമിറ്റ് പ്രൈസിലാണ് നമുക്ക് വിൽക്കേണ്ടി വരുന്നത്. നമുക്ക് എടുക്കേണ്ട പ്രൈസ് 383 രൂപ 80 പൈസയാണ്. അപ്പോൾ ഈ ഒരു ലിമിറ്റ് പ്രൈസ് എപ്പോൾ മാർക്കറ്റിൽ വരുന്നു ആ സമയത്ത് നമ്മുടെ ഓർഡർ, സെല്ലിംഗ് ഓർഡർ എക്സിക്യൂട്ട് ആവും. അപ്പോൾ ലിമിറ്റ് പ്രൈസിൽ നമ്മൾ ഓർഡർ ഇടുവാണ്. ഓക്കെ, ഇവിടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിന്ന് ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ്, ഇതിനു വേണ്ടി ഇനി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും കുറച്ചധികം സമയമെടുക്കും. നമുക്ക് നോക്കാം. മാർക്കറ്റിൽ അത്ര വലിയ അനക്കമൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഇനി കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ജേണൽ ഇതാണ്. സ്റ്റാർട്ടിങ് ഇപ്പോൾ ചെയ്ത് തുടങ്ങുന്ന ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് ഇതുപോലെ ഒരു ജേണൽ നിങ്ങളുടേതായ ശൈലിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ജേണൽ എന്തായാലും ക്രിയേറ്റ് ചെയ്ത് പോവുക. കാരണം നമ്മളിപ്പോൾ ട്രേഡിംഗ് തുടങ്ങിയിട്ട് 40 ദിവസമാണ് ആയത്. കഴിഞ്ഞ 6 ദിവസം കണ്ടിന്യൂസ് നമുക്ക് ലോസാണ് കിട്ടിയത്. പക്ഷേ നമ്മുടെ നെറ്റ് ലോസ്, അതായത് ട്രേഡിംഗ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ നെറ്റ് ലോസ് 624 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും. അതായത് ഒരു ചെറിയ അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ പോലും, ഒരു 5000 റുപ്പീസിൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ പോലും 40 ദിവസം കൊണ്ട് 600 രൂപയെ നഷ്ടം വന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. ഈ 5000 രൂപയൊക്കെ നഷ്ടം വരണമെങ്കിൽ ഏകദേശം നമ്മളൊരു 100 ദിവസത്തിലധികം ട്രേഡ് ചെയ്യുമ്പോഴേ 5000 രൂപ ലോസിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, കഴിഞ്ഞ മാസം നമ്മൾ പ്രോഫിറ്റിലായിരുന്നു, 17% പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഈ മാസം നമുക്ക് ഈ 17%-ലധികം നമ്മൾ നെറ്റ് ലോസിലാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ട്രേഡ് ചെയ്യുന്ന ഡേയിലും നമ്മുടെ നെറ്റ് അവസ്ഥ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് ഒരു ട്രേഡിംഗ് ജേണൽ എഴുതുന്നത് നല്ലതായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ മാനസികാവസ്ഥ വളരെ മോശമാകാതെ മാനസികാവസ്ഥയെ നിലനിർത്തുന്നതിനും നല്ല രീതിയിൽ നിലനിർത്തുന്നതിനും ട്രേഡിംഗ് ജേണൽ സഹായിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ജേണൽ എഴുതുന്നില്ല എങ്കിൽ കണ്ടിന്യൂസ് ലോസ് 6 ദിവസം കിട്ടി. അപ്പോൾ ഓരോ ദിവസം ലോസ് അടിക്കും തോറും നമ്മുടെ മാനസികാവസ്ഥ മോശമായി വരും. എന്നിരുന്നാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത് എത്ര ദിവസമാണെന്നോ ഈ കിട്ടിയ പ്രോഫിറ്റുകളിൽ നമുക്ക് എത്രയാണ് റേഷ്യോ, 1:4, 1:3 ഇങ്ങനെയൊക്കെ കിട്ടിയതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മാത്രമേ നഷ്ടം വരുന്ന ദിവസം എത്രയാണ് നമുക്ക് നഷ്ടം വരുന്നത്, 1 പോർഷനേ നഷ്ടം വരുന്നുള്ളൂ. ലാഭം വരുന്ന ദിവസം 3ഉം 4ഉം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് 6 ദിവസമൊക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഹനുമാനെ ലങ്കയിലേക്ക് ചാടുന്ന സമയത്ത് സ്വന്തം കഴിവറിയാതെ പകച്ചു നിന്നൊരു സമയമുണ്ടല്ലോ, അതുപോലെ നമ്മുടെ ട്രേഡിങ്ങിൽ നമ്മൾ ഏതവസ്ഥയിലാണ്, എന്തൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്, ഇപ്പം നമ്മൾ പെട്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മാനസികമായിട്ട് ഒരു ധൈര്യം തരും. പുറത്തു വരാൻ നമുക്ക് ആവും എന്ന് ഈ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്നിലേക്ക് നോക്കി വായിച്ചെടുക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ട്രേഡിംഗ് ജേണൽ എഴുതേണ്ടതിൻ്റെ ആവശ്യകത. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മളെടുത്ത ട്രേഡ് ഈ പ്രൈസ് ആക്ഷൻ ലൈനിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുത്തു. അതിനുശേഷം അത് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നലത്തെ ഡേ ഹൈ ഇവിടെയാണ് വരുന്നത്. ഈ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിന്ന് ലാഭത്തിലേക്ക് പോകേണ്ടതാണ്. അതർവൈസ് ലാഭം വരണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. അപ്പോൾ എന്തായാലും ഇനി കുറച്ചധികം നേരത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഏതെങ്കിലും ഒരു സൈഡ് ഹിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, നമ്മുടെ ട്രേഡ് എങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും സ്റ്റോപ്പ് ലോസിന് അടുത്തേക്ക് എത്തുകയാണ്. മിക്കവാറും ഇപ്പോൾ ഹിറ്റായേക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് 7ാമത്തെ സ്റ്റോപ്പ് ലോസ് ആണ് കേട്ടോ, ഇന്നും കൂടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ ഈ ഒരു സപ്പോർട്ട് ലൈൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ട്രേഡ് എടുത്തിരുന്നത്. ഒപ്പം ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ടും കൂടിയാണ് നമ്മൾ മനസ്സിൽ കണ്ടിരുന്നത്. അത് രണ്ടും അല്ലെങ്കിൽ അതിലൊന്നിപ്പോൾ പൊളിഞ്ഞു. ഈ ട്രേഡ് ആക്ച്വലി നമ്മൾ എടുത്ത നല്ലൊരു പൊസിഷനിൽ തന്നെയാണ്. നമ്മുടെ ഭാഗത്ത് അതിനകത്ത് ഇന്ന് വലിയ മിസ്റ്റേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. വീണ്ടും മാർക്കറ്റ് അതേ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. മിക്കവാറും അവിടെ ഒരു തോണ്ടിയിട്ട് തിരിച്ചു പോകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും അത് നമുക്ക് പണിയാകാൻ സാധ്യതയുണ്ട്. ഹ്യൂജ് ബൈ ഓർഡർ അവിടെ വന്നാലേ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ. സ്റ്റോപ്പ് ലോസ് കിട്ടും. ഇപ്പോൾ $76.20 നമ്മുടെ ഓർഡർ. 30 വരെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നും നമുക്ക് സ്റ്റോപ്പ് ലോസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 7ാമത്തെ ദിവസം 123.50 രൂപ ഇന്നത്തെ ലോസ്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ക്യാൻസൽ ചെയ്തേക്കാം. ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡ് കഴിഞ്ഞു. നമുക്കിതിനകത്ത് ആക്ച്വലി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബൈ ചെയ്യുക അല്ലെ സെല്ല് ചെയ്യുക എന്നുള്ളതുള്ളൂ. അപ്പോൾ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ട് നമ്മളത് ചെയ്തു. കഴിഞ്ഞ 6 ദിവസത്തിൽ 1-2 ദിവസം നമ്മൾ നമ്മുടെ മിസ്റ്റേക്കായിട്ട് കാര്യങ്ങൾ ചെയ്തായിരുന്നു. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു എന്ന് തോന്നിയ ദിവസങ്ങളിലും നമുക്ക് സംഭവിച്ചേക്കുന്നത് ലോസാണ്. $123.50.
അങ്ങനെ മൊത്തം 7 ദിവസം നമ്മൾ ലോസിലേക്ക് പോയിട്ടുണ്ട്. 0.-0.5%. ഇവിടെ പെർസെൻറ്റേജ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നെറ്റ് നമ്മൾ ചെയ്തു തുടങ്ങിയതിന് ശേഷം 4.65% പ്രോഫിറ്റിലാണ് നമ്മളുള്ളത്. അത് ആ ഒരു ദിവസത്തെ ഒരു 900 രൂപയുടെ ലോസ് കയറി വന്നത് ബൈ മിസ്റ്റേക്ക് വന്നത് അതുകൊണ്ടിട്ടാണ്. അതിനൊഴിച്ച് നിർത്തിയിട്ടുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത്. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ട്രേഡ് എടുത്ത ഭാഗം ഇവിടെ മുകളിലത്തെ റെസിസ്റ്റൻസിനെ ചെക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തേക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതികൾ വെച്ചിട്ട് ഒന്നെങ്കിൽ ഇവിടുന്ന് ഈ റെഡ് ക്യാൻഡലിനെ മുകളിലേക്ക് കട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുന്ന് ഗ്രീൻ ക്യാൻഡലിനെ താഴത്തേക്ക് കട്ട് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ എൻട്രി എടുക്കുന്നത്. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ താഴത്തേക്ക് ഇന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ, അപ്പോൾ ഇവിടെ ക്ലിയറായിട്ട് ചെക്ക് ചെയ്തു, അതിനുശേഷം താഴത്തേക്ക് മൂവ് ചെയ്തപ്പോഴാണ് എൻട്രി എടുത്തിരുന്നതെങ്കിൽ നമുക്കൊരു പക്ഷേ ഇന്ന് പ്രോഫിറ്റിലേക്ക് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ വന്നേക്കാം. പക്ഷേ അതിനുള്ള സാധ്യത അധികം നമ്മൾ കണ്ടില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നവിടെ എൻട്രി എടുക്കാതിരുന്നത്. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടെ ഒരു സപ്പോർട്ട് ലൈനുണ്ട്, ഇതൊരു സപ്പോർട്ട് ലൈനായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ താഴത്തേക്ക് എടുക്കാതെ മുകളിലേക്ക് എടുത്തത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ വരെ തന്നെ അതുവരെ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് കൃത്യമായി ചെയ്യുക. തുടർച്ചയായി ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സാധ്യത മനസ്സിലാകും. അപ്പോൾ നമ്മൾ മറ്റൊരു NTPCയുടെ തന്നെ ഒരു ബാക്ക് ടെസ്റ്റിംഗ് ഓൾറെഡി നടത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് ഹീറോ മോട്ടോർ കോർപ്പിലാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, NTPC അല്ല. അപ്പോൾ ഒരു 10-20 ദിവസത്തെ ഒരു ബാക്ക് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതൊരു 100 ദിവസത്തെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ളൊരു ബാക്ക് ടെസ്റ്റ് റിസൾട്ട് ഇന്നോ നാളെയോ ആയിട്ട് നിങ്ങൾക്ക് അത് നമ്മൾ വീഡിയോ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു ബാക്ക് ടെസ്റ്റ് 100 ദിവസത്തെ നമ്മൾ കണ്ടല്ലോ. റാൻഡംലി നമ്മൾ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങോട്ടാണോ നമുക്ക് ബ്രേക്ക് കിട്ടുന്നത് അങ്ങോട്ടേക്ക് എൻട്രി എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു റിസൾട്ട്, അതായത് ആർക്കും കിട്ടാവുന്ന, ബ്ലൈൻഡിൽ ചെയ്താൽ കിട്ടാവുന്ന ഒരു റിസൾട്ട് നമ്മൾ ഇട്ടായിരുന്നു. അതുപോലെ തന്നെ ഹീറോയിൽ അങ്ങനെയുള്ളൊരു റിസൾട്ടും കൂടെ നമ്മൾ അടുത്ത ദിവസത്തേക്ക് ഇടുന്നതാണ്. അപ്പോൾ അതാണ് 100 ദിവസം ഒരേ സ്റ്റോക്കിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ എന്തൊരു റിസൾട്ട് കിട്ടും, അത് ഒരേ പാറ്റേണിൽ തന്നെ എൻട്രി എടുത്തുകൊണ്ടിരുന്നാൽ കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഹീറോയും കൂടെ ആകുമ്പോൾ 2 സ്റ്റോക്കിലാവും. അങ്ങനെ ഒരു 4-5 സ്റ്റോക്ക് നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയിൽ, അതർവൈസ് സ്ട്രാറ്റജിയിലല്ല കാര്യം, മറ്റെന്തെങ്കിലും ആണെങ്കിൽ, റിസ്ക് റിവാർഡാണ് മെയിൻ കാര്യമെങ്കിൽ പ്രോബബിലിറ്റി റിസ്ക് റിവാർഡ് വെച്ചിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ അടുത്ത ദിവസം നമ്മൾ വീണ്ടും ചെയ്തിടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ സ്റ്റോപ്പ് ലോസോടുകൂടെ ഇവിടെ കൊണ്ട് ഈ ട്രേഡ് തീരുവാണ്. ഓക്കെ.